നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് മകരം ലഗ്നക്കാര് നിർബന്ധമായും ഭജിക്കേണ്ട ഗ്രഹത്തെയും ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട ദേവതയെയും കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ നിത്യവും അനുഷ്ഠിച്ചു പോന്നാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം പുരോഗതി ഉന്നതി ഉണ്ടാകും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഓരോ മാസവും നിങ്ങൾ ഇങ്ങനെ ചെല്ലും തോറും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം. നിത്യവും നിങ്ങൾ അനുഷ്ഠിക്കണം ഈ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ ചെയ്താൽ ഉറപ്പായി നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ കാണുന്ന ചിത്രത്തിൽ മകരം ലഗ്നം ആണ്, അതായത് ലാ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതാണ് മകര ലഗ്നം, അതായത് മകരരാശി. അതാണ് നിങ്ങളുടെ ഒന്നാം ഭാവം. അത് കഴിഞ്ഞ് കുംഭം രാശിയാണ്. കുംഭം രാശി രണ്ടാം ഭാവമാണ്. അത് കഴിഞ്ഞ് മീനം രാശിയാണ് മൂന്നാം ഭാവം. അത് കഴിഞ്ഞ് മേടം രാശി നാലാം ഭാവം. ഈ പിന്നെ വരാൻ പോകുന്നത് ഇടവം രാശി, അതാണ് അഞ്ചാം ഭാവം. ഈ അഞ്ചാം ഭാവമാണ് മകര ലഗ്നക്കാരുടെ ജീവിതത്തിൽ വളരെയധികം അത്യാവശ്യമായി ഭജിക്കേണ്ട ദേവതയും അതുപോലെ ഗ്രഹവും. ഇതാണ് ഇവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന. അപ്പോൾ ഇടവം രാശിയുടെ അധിപൻ പറഞ്ഞാൽ ശുക്രനാണ്. ശുക്രനുമായി ബന്ധപ്പെട്ട് ആരാധിക്കേണ്ട ദൈവം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി, മഹാലക്ഷ്മി, ശ്രീ മഹാലക്ഷ്മിയാണ് ഭജിക്കേണ്ടത്. അപ്പോൾ ശുക്രദേവന്റെ സ്തോത്രം ജപിച്ച ശേഷം നിത്യവും എന്നാണ് ഈ ലക്ഷ്മി ദേവിയുടെ നാമമന്ത്രങ്ങൾ നിത്യവും ജപിക്കാം. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ കൊണ്ടുതരും. വെള്ളിയാഴ്ച ദിവസം 5 നെയ് വിളക്ക് കത്തിച്ചിട്ട് 5 തിരിയിട്ട വിളക്ക് കത്തിച്ച് ലളിതാ സഹസ്രനാമം ജപിക്കുക. അതുകൂടാതെ മഹാലക്ഷ്മി അഷ്ടകം നിത്യവും എന്നോട് ജപിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. നമോസ്തുസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്ര ഗദാഗസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. നമസ്തേ ഗരുഡ ആരൂഢി കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. സിദ്ധിമുക്തിപ്രദേ ദേവി ഭക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ആദ്യന്തരഹിരേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജ്ഞേ യോഗസംഭൂതേ മഹാലക്ഷ്മി നമോസ്തുതേ. സ്ഥൂല സൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതേ ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുതേ. ഈ മഹാലക്ഷ്മി അഷ്ടകം രചിച്ചത് കുബേരസ്വാമിയാണ്. ഇത് മഹാലക്ഷ്മി അഷ്ടകം ജപിച്ചത് നിങ്ങൾ ഇത് ജപിച്ചാൽ മാത്രം മതി, അഷ്ടലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവും. ഭക്തിപൂർവം അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഈ മഹാലക്ഷ്മി ജപിക്കുക. അതുപോലെ വെള്ളി ആഭരണങ്ങൾ ധരിക്കാൻ നോക്കുക. ത്രിപുര സുന്ദരി യന്ത്രമാണ് ഇവർ ധരിക്കേണ്ട യന്ത്രം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിഷ്ഠാപൂർവം ചെയ്താൽ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകും. അപ്പോൾ ഭജിക്കേണ്ട രീതി ഞാൻ പറഞ്ഞാൽ കൃത്യസമയം നിങ്ങൾ നിഷ്ഠയോടെ എല്ലാ ദിവസവും പാലിക്കണം. അതായത് എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ 7 മണിക്കാണെങ്കിൽ ആ 7 മണിക്ക് തന്നെ നിത്യവും ചെയ്യുക. സൂര്യോദയത്തിന് മുമ്പാണ് ശരിക്കും ജപിക്കേണ്ടത്. 6 മണിക്ക് മുമ്പ്, 5:30, 6 മണിക്കുള്ള സമയം ജപിക്കുക. ആ 6 മണിയാണെങ്കിൽ 6 മണി, കൃത്യം 6 മണിക്ക് തന്നെ നിത്യപുസ്തകം ചെയ്തു പോകണം. ഇങ്ങനെ ചെയ്താലാണ് എല്ലാവിധ ഐശ്വര്യലബ്ധിയും നമുക്കുണ്ടാകുക. അപ്പോൾ 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി നെയ്വിളക്ക് കൊളുത്തിയിട്ട് മഹാലക്ഷ്മിയുടെ ചിത്രം വെച്ചാണ് മഹാലക്ഷ്മി അഷ്ടകവും ലളിതാ സഹസ്രനാമവും ജപിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ആരോഗ്യലബ്ധിയും വീട്ടിൽ സമാധാനവും എല്ലാം നിങ്ങൾക്ക് കരഗതമാകും. അപ്പോൾ എല്ലാവർക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.